അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് സൺഡേ വ്ലോഗാണ്. സൺഡേയിൽ ഞാൻ ഈ ഒരു സൺഡേ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കാലമായി നമ്മൾ റാവുത്തർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനൽ വഴി പുറത്ത് വന്നിട്ടില്ലേ. അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ തണുപ്പുണ്ടോ? മഴ ചെറുതായി പെയ്തിട്ട് ഉണ്ട്. അങ്ങനെ ചാറ്റിൽ മഴയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല തണുപ്പ്. അപ്പോൾ ഞാൻ എണിച്ച് വന്നതും പൂച്ചസാറ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 2 പൂച്ചകളുണ്ട് അവിടെ അങ്ങനെ കിടന്ന് സുഖിച്ച് കിടക്കുകയാണ്. തണുപ്പല്ലേ, അപ്പോൾ അവിടെ അങ്ങനെ മേലെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിയിലോട്ടങ്ങ് കിടന്നു. രാവിലെ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കാമല്ലേ. അപ്പോൾ ഇതാ വേഗം ഈ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. എന്താണ്, എങ്ങനെ പോകുന്നുണ്ട്, സൺഡേ എന്തായിരുന്നു സ്പെഷ്യൽ, ഇതെല്ലാം പറയുക. ചവിട്ടി ഒന്ന് വിരിച്ചിടണം. ചവിട്ടിൻ്റെ മേലെ പൂച്ച വന്ന് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയർ കൊണ്ടുപോയി ഇടുന്നത് കേട്ടോ. പക്ഷെ പൂച്ച എന്ത് ചെയ്തു, ചപ്പലുകളുടെ മേലെ കിടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എന്തായാലും കിടക്കും. പൂച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. മതിലുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ നായി കയറണമെന്ന്. നായ്ക്കും പൂച്ചയ്ക്കും ഒക്കെ ചാടി കയറാൻ പറ്റുമല്ലോ. എത്ര വലിയ മതിലാണെങ്കിലും അവർ കയറും. ഞങ്ങൾ തൊട്ടപ്പുറത്തെ മതിലിൽ ഇങ്ങനെ കുപ്പിച്ചില്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കുമ്പോണ്ട് കുപ്പിച്ചില്ലിന്റെ ഇടയിൽ കൂടെ പൂച്ച നടന്നു പോകുന്നുണ്ട്. നമ്മൾ എത്രത്തോളം സേഫ്റ്റി ആക്കുന്നോ അത്രത്തോളം അവർ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ. അപ്പൊ ഞാൻ ഇക്കാനോട് പറയും, എനിക്ക് 2 ആൾക്കാർ നിൽക്കുന്ന പൊക്കത്തിൽ മതിൽ വേണമെന്ന് പറയും. അപ്പൊ പിന്നെ നായും പൂച്ചയൊന്നും കയറി വരാതിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീട് ചെറുതാണെങ്കിലും മതിൽ വലുത് വേണം പറയിട്ട് ഞാൻ പണ്ട് ഫ്രിഡ്ജ് മേടിക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്നേക്കാൾ വലിയ ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ വാങ്ങിച്ചു തന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ ഇന്ന് സൺഡേ ഞാൻ കുറച്ച് നേരത്തെ എണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ലതും അറിഞ്ഞു അത്? പിന്നെ ചിക്കൻ ഇന്നലെ മേടിച്ച് വാഷ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു, വെള്ളം ഒഴിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അതെല്ലാം ഒന്ന് ഐസ് ആവാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്സ് വേറെ, ചിക്കൻ്റെ പീസ് വേറെ, അങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ പാർട്സ് ഇട്ടിട്ടൊക്കെ നമുക്കൊരു വറുത്തരച്ച കറി ഉണ്ടാക്കാം. ഇടിയപ്പം, പത്തിരി, പുട്ട്, ഇതിലത്തെ 3 മൈൻഡിൽ വെച്ചേക്കുന്നത് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി പത്തിരി നടക്കൂല, കാരണം ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കണം. പത്തിരി കുറച്ച് ഹെവി ആയിരിക്കും. ഇടിയപ്പം കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി, അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയല്ല, അതിൻ്റെ മുന്നത്തെ ആഴ്ചയാണ് തോന്നുന്നു ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇക്കാനോട് പോയി ചോദിച്ചു കേട്ടോ. കാരണം ഇക്കാക്ക് പുട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ ആള് പുട്ട് കഴിക്കും. അപ്പൊ ഇന്ന് വറുത്തരച്ച കറിയാണ്, പുട്ട് കഴിക്കുമോ ചോദിച്ചപ്പോൾ ഓ കഴിക്കാലോ, എത്ര വട്ടം കഴിക്കാലോ എന്ന് പറഞ്ഞത് എന്നറിയോ. അപ്പൊ എന്തായാലും ഇതാ നമ്മൾ വേഗം അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ വലിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കിഴങ്ങ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ ചിക്കൻ കഴുകിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കിയതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ ബിരിയാണിക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തലേ ദിവസം നന്നാക്കിയിരുന്നു. രാവിലെ പിന്നെ കുറച്ചും കൂടെ നന്നാക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഉണ്ടല്ലോ പഴയ ഫിലിമിന്റെ ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ടിട്ട് എൻ്റെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. പഴയ കുറേ മൂവീസ് ഇല്ലേ നമ്മൾ പണ്ട് എത്ര എൻജോയ് ചെയ്ത് കണ്ടിരുന്ന മൂവീസ്, തിളക്കം, അത് ഇത്, CID മൂസ, ഇങ്ങനത്തെയൊക്കെ. ഇനി അങ്ങനത്തെയൊക്കെ ഫിലിം വരുമോ? എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ. പഴയ കോമഡി കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സൂപ്പർ അല്ലേ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ അതൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഞാൻ ചിക്കനും കൂടെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വാഷ് ചെയ്താൽ മതി. ഇന്നലെ വാഷ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ ഐസൊക്കെ പോയിരുന്നു, ഒരുപാട് ഐസ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും അവിടെ വെള്ളത്തിലിട്ട് കഴുകിയാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ വേഗം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ അന്നന്ന് തന്നെ യൂസ് ചെയ്യുന്ന ഇഞ്ചി വെളുത്തുള്ളിയിലോട്ട് ഓയിലൊന്നും ഒഴിക്കാറില്ല, വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് പേസ്റ്റ് ആക്കുക. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രം ഓയിൽ ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ കളർ മാറൂല കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് നല്ല ുള്ള വറുത്തരച്ച നമ്മുടെ ചിക്കൻ കറി കണ്ടോ. ഇതിന്റെ റെസിപ്പി കാണണ്ടേ? നല്ല മണവും ഗുണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുമ്പളങ്ങ കേട്ടോ. അപ്പൊ ചിക്കന്റെ പീസ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്തിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്തി കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്
നമുക്കിത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ. ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് കിട്ടും, വെന്ത് ഉടയൂല. അപ്പം ഞാനിത് വിസിൽ വരാൻ വേണ്ടിയിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. വലിയ പീസൊന്നും ആക്കുന്നില്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നമ്മുടെ കറി കുറച്ച് തിക്കായിട്ട് വരും ചെയ്യും കേട്ടോ. സൈഡിലൂടെയൊക്കെ ബൈക്കൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് വന്നു അപ്പോഴേക്കും. അപ്പം ഇതിനെ ഞാൻ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് പാലെടുത്തിട്ട് വന്നിട്ട് നമുക്കിനി ചായ ഉണ്ടാക്കണം. പാലൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. സൺഡേ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ജിനിത്ത് എത്ര രൂപയ്ക്കാണ് പാല് മേടിക്കാറ്, എത്ര ലിറ്ററാണ് പാല് മേടിക്കാറ് എന്നുള്ളതൊക്കെ എപ്പോഴും ചോദിക്കൂട്ടോ. അപ്പൊ എന്റെ കമന്റ് ബോക്സിലുണ്ട് 3-4 ലിറ്റർ പാല് മേടിക്കുന്നു. ഇതെന്താ, ഞങ്ങൾ ഓരോരുത്തരും ഓരോ ലിറ്റർ പാല് കുടിക്കും, അങ്ങനെയാണെങ്കിൽ 6 ലിറ്റർ പാല് മേടിക്കണം അല്ലേ നമ്മുടെ വീട്ടില്. അപ്പൊ എന്തായാലും 70 രൂപയ്ക്കാണ് നമ്മള് സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ പാല് മേടിക്കുക. സൺഡേ മാത്രം നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കും. ഇനി തൈര് കമ്മി ഉണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ ഒരു ദിവസം 100 രൂപയ്ക്ക് മേടിക്കും. അപ്പൊ തൈര് കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ അത്യാവശ്യം തൈരും കഴിക്കും. പിന്നെ പാല് നന്നായിട്ട് പാലൊഴിച്ചിട്ടാണ് ചായ വെക്കുക. കുളവെള്ള ചായ ഒന്നും നമ്മൾ വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. ചായക്ക് വെള്ളത്തിൽ ഞാൻ തേയിലയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 5 പേര് ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3 ഗ്ലാസ് പാലൊഴിച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഞാൻ ഒട്ടും ഫുള്ള് പാലിലല്ല ചായ ഉണ്ടാക്കല്. പിന്നെ രാവിലെ കിട്ടുന്ന പാല് നല്ല തിക്കായിരിക്കും, അപ്പൊ അങ്ങനെ ആക്കിയാൽ മതി. പിന്നെ വൈകുന്നേരം നമ്മൾ അതിന് ഫാറ്റ് എടുക്കുമ്പോൾ ഇത്രയും തന്നെ തിക്ക് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഫാറ്റ് കുറച്ച് പാൽപ്പാട പോയി എന്ന് വിചാരിച്ചിട്ട് പാലിന്റെ ഗുണമൊന്നും നഷ്ടപ്പെടൂല. പലരും അങ്ങനെയും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കതിന് കുറച്ച് ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് പാല് കുടിക്കണം തന്നെയാണ് അതിന്റെ നല്ലത് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ കൊടുക്കണം തന്നെയാണ് നല്ലത് കേട്ടോ. എൻ്റെ കസിൻസൊക്കെ അങ്ങനെ പറയുമായിരുന്നു, പാൽപ്പാട മാറ്റി അതിലെന്താ ഗുണമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒത്തിരി ഗുണമുണ്ട് കേട്ടോ, പിന്നെയും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചായക്ക് ഉണ്ടാക്കിയിട്ട് ഇനി എല്ലാവരും ഇരുന്ന് ചായ എല്ലാം കുടിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് രാവിലത്തെ ചായ കുടി പരിപാടി കഴിഞ്ഞു. ചായ കുടിച്ച ശേഷം ഞാൻ വേഗം പോയിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യണം കേട്ടോ. അതായത് കറിയും കാര്യങ്ങളും പകുതിക്ക് വെച്ചിട്ട് വന്നേക്കുമല്ലേ. ഞാനിങ്ങനെ പകുതിയിൽ വേറെ വേറെ കാണിക്കുമ്പോൾ എൻ്റെ റെസിപ്പിക്ക് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ റെസിപ്പികളൊക്കെ. അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പികളൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ല ഇങ്ങനെ തന്നെ പോണം എന്നാണ് ഓക്കെ വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചായ കുടിച്ച് വന്ന ശേഷം ഞാൻ വേഗം നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാത്രത്തിൽ നിന്നും ഞാൻ മാറ്റിയിട്ടോ, കുറച്ച് കൂടുതൽ കറി വേണമല്ലോ. പിന്നെ കിഴങ്ങ് വൃത്തിയാക്കിയത് നമ്മൾ ഇതിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷമാണ് ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അതേപോലെ തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചേക്കോട്ടെ നമ്മുടെ ചിക്കൻ കറി തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓയിലിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ പൊടികളൊക്കെ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്പൈസസ് മാത്രം ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇത്രയാണ് ചേർത്തി കൊടുത്തത്. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്, നമ്മൾ തൊടിന്ന് വലിച്ചിട്ട് വന്നതാണ്. അപ്പൊ അതും ചേർത്തിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ, ഞാൻ ഒരുപാട് അങ്ങ് കരിച്ചു മുരിച്ച് വറുക്കുന്നില്ല. അത്രയും വറുത്ത കറി നമുക്ക് എന്തോ ഇഷ്ടമല്ല. ഈ ഒരു ലെവലിലേ ഉള്ളൂ ഞാൻ വറുക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ട് വെള്ളം തൊടാണ്ട് ഇത് അരച്ചെടുക്കണം. ഒരു പൊടിച്ചെടുത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഈ ഒരു അരപ്പ് ഇതിലോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്ക് വന്നു. അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തി മല്ലിയില കൊത്തി അരിഞ്ഞത്, കറിവേപ്പിലൊക്കെ ചേർക്കുക. ലാസ്റ്റ് ആയിട്ട് നമുക്കിത് താളിച്ചിട്ടും കൂടെ എടുക്കണം കേട്ടോ. അപ്പൊ ആവശ്യത്തിനുള്ള തിക്കാക്കിയിട്ടുണ്ട് ഞാൻ. ഉപ്പും ചേർത്തി വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിളച്ച് യോജിപ്പിച്ച് വരട്ടെ. അപ്പോഴേക്കും ചെറിയുള്ളിയും കറിവേപ്പിലയും ഞാൻ താളിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. താളിപ്പിലോട്ട് ഞാൻ ഇച്ചിരി ഉലുവയും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സംഗതി സെറ്റായിട്ടുണ്ട്. പിന്നെ അവര് മട്ടൻ മേടിക്കാൻ പോയതാണ്. അയാനും ഇക്കയും കൂടിയാ പോയത് കേട്ടോ.
നമ്മുടെ തൊട്ടടുത്ത് തന്നെ കടയുണ്ട്, അവിടെ പോയിട്ട് സൺഡേ മാത്രമേ ഉള്ളൂ തോന്നുന്നു അവിടെ മട്ടൻ കിട്ടാറുള്ളൂ. അങ്ങനെ ബിരിയാണിക്ക് വേണ്ട മട്ടനും കൊത്തിറച്ചിയും മേടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വേഗം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തിട്ടുണ്ട്. സൺഡേ ഞാൻ വിചാരിച്ചു നേരത്തെ എണിച്ചപ്പോഴേ ചിക്കൻ്റെ പരിപാടികളൊക്കെ രാവിലെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തലേദിവസം ഞാൻ ചിക്കൻ ചില്ലിക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കണം വിചാരിച്ചാണ്, പക്ഷെ അതിന് സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഐറ്റം ഡ്രോപ്പ് ചെയ്തു, പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ നമ്മുടെ പത്തിരി റവയും കൂടിയും ചേർത്തിട്ടാണ് പുട്ടുണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആ റവ അവിടെ കിടക്കും. ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച റവയാണ്. അപ്പൊ ഇങ്ങനെ റവ ചേർത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് വരും. അപ്പൊ ഞാൻ അവിടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ സൺഡേ വ്ലോഗിൽ ഫസ്റ്റ് ഇതാണല്ലേ സീൻ ഉണ്ടാവല്, പെട്ടി പൊട്ടിക്കൽ ചടങ്ങ്. അവിടെ ഒരാൾ ബൂസ്റ്റും ബിസ്ക്കറ്റും കൂടെ കഴിക്കുന്നു, നോക്ക് വല്ല ഐസ്ക്രീമും ഇരുന്ന് കോരി കഴിക്കണ പോലെ ഉണ്ട് അല്ലേ. ഇത് ചെക്കൻ്റെ ഒരു ഹാബിറ്റാണ് കേട്ടോ. നമ്മളും പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചായൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് ഇട്ടിട്ട് കലക്കിയിട്ട് കുടിക്കുക, അതൊരു ഷേക്ക് പോലെ ഇരിക്കും. അങ്ങനെ വേഗം വാഷിങ്ങിനൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് നനച്ച് വെച്ചതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം, അതേപോലെ ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുക്കണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ കാണിക്കുന്നില്ല, കാരണം എപ്പോഴും എൻ്റെ വ്ളോഗിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ ഒരാളിരുന്ന് കാർട്ടൂണോ അല്ല ആനിമി ഇരുന്ന് കാണുകയാണ് അല്ലേ. അപ്പൊ ഞാൻ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി പോയതാട്ടോ രണ്ടുപേരും. എനിക്കാണെങ്കിൽ സിറ്റൗട്ടിൽ ഇങ്ങനെ ചെരുപ്പ് നിരത്തിയിരുന്നത് കാണുന്നത് തന്നെ ഇഷ്ടമല്ല. സ്റ്റാൻഡിലൊക്കെ ഗ്യാപ്പ് വെച്ചേക്കുന്നത് അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് പറഞ്ഞപ്പോൾ വേഗം പോയി റെഡിയാക്കി വെച്ചു. പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിൽക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് ചെറിയെടുക്കണം. ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലോ, മതിൽ ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെ ഡോഗ് വരുന്നത്, അത് ഞാൻ പറഞ്ഞു കേട്ടോ. ജിനി ആരാ എൻ്റെ അയൻകുട്ടനെ വഴക്ക് പറഞ്ഞത്? അയ്യോ ടീച്ചറാണ്, വേറെ ആരും അല്ല. അതുകൊണ്ട് നമുക്ക് ആ വഴക്ക് കേട്ട് തന്നെ നിൽക്കണം കേട്ടോ. അങ്ങനെ നല്ല മണം വരുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ കിച്ചണിലോട്ട് ഇങ്ങനെ എത്തി നോക്കുന്ന പതിവ് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ആയില്ലേ, എന്താണ് ഇന്ന് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ വേഗത പുട്ടിനുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ച് 1 hour കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. ബ്രഷ് ചെയ്യാതെ തന്നെ മെഡിസിൻ കഴിക്കാറ്. നല്ലതാ, ബ്രഷ് ചെയ്യാണ്ട് തന്നെ നമ്മളത് കഴിക്കേണ്ടത് കേട്ടോ. അതേപോലെ എൻ്റെ സെക്കൻഡ് മോൻ്റെ ഇതുപോലെ റീസൺ ആണ് വഴക്ക് പറയാനെന്നില്ല, അയൻകുട്ടീനെ പറഞ്ഞ പോലെയാ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പുട്ട് പൊടിയൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കില്ല, അതേപോലെ. അതാകുമ്പോൾ ആ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി. ഇതിപ്പോ വീഡിയോ ഇറങ്ങുമ്പോഴായിരിക്കും ഇവരൊക്കെ ഇത് റവ പുട്ടാണോ എന്നുള്ളത് അറിയുന്നത് കേട്ടോ. അതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ പറയാനും വിട്ടുപോയി, ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി നോക്കിയേ, ആഹാ എന്ത് ടേസ്റ്റ്, പത്തിരിക്കൊക്കെ പറ്റിയ കറിയാ. ഇത് കഴിച്ചത് എൻ്റെ മോന് ഫസ്റ്റ് പറഞ്ഞത് എന്താണെന്നറിയോ, ജിനിമ പത്തിരിക്ക് പറ്റിയ കറിയാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഇന്ന് ബിരിയാണി വേണോ പത്തിരി വേണോ ചോദിച്ചപ്പോൾ അവൻ വേഗം വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞു. പത്തിരി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. അത് രാവിലെ എനിക്ക് നടക്കില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. പത്തിരി ഉണ്ടാക്കാൻ വലിയ മടിയൊന്നുമല്ല, പക്ഷെ രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇടങ്ങാറ് പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ അത് താളല്ലത്രേ, ചേമ്പിന്റെ തണ്ടാണത്രേ. ചേമ്പിന്റെ തണ്ടിനല്ലേ അപ്പൊ താളെന്ന് പറയുന്നത്, എനിക്കറിയില്ല, ആ കൂടെ കൺഫ്യൂഷനായി. പിന്നെ ഇക്കാക്ക് പെങ്ങന്മാരൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഈ അടുത്തായിരിക്കില്ലേ നമ്മുടെ വ്ളോഗ് കാണുന്നത്. നമ്മുടെ വ്ളോഗ് നേരത്തെ കാണുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇക്കൊറ്റ മോനേ ഉള്ളൂ, വേറെ ആരുമില്ല. എനിക്ക് 2 മക്കളാണ്. പിന്നെ എന്നോട് വീട് എവിടെയാണ്, മക്കളുടെ പേരെന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും അതൊക്കെ. എന്തായാലും വഴിയെ പറയാട്ടോ ഞാനതെല്ലാം. ആണോ? ശരിക്കും അടിപൊളി പത്തിരിക്ക് പറ്റിയ കറിയാ. പത്തിരിയും ബിരിയാണിയും കൂടെ രണ്ടും കൂടെ നടക്കൂല. ബിരിയാണി ഇല്ലെങ്കിൽ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടാവും. കറി സൂപ്പറാ.
കുഴക്കാനൊക്കെ കൂടാൻ വയ്ക്കും. തങ്ങമ്മക്ക് ഗ്രേവിയും കുഴപ്പമില്ലല്ലോ, ഗ്രേവിയല്ലോ. അങ്ങനെ നമ്മൾ പുട്ട് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ഞാനും കഴിക്കാനിരുന്നു. ഉപ്പയും കഴിക്കാൻ വരുന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചിരട്ടപ്പുട്ടാണെങ്കിലും എന്ത് പുട്ടാണെങ്കിലും ചുട്ട് വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ചുടും ഒരാൾക്ക് കൊടുക്കും, പിന്നെ ചുടും അടുത്ത ആൾക്ക് കൊടുക്കും, പെട്ടെന്നാവുമല്ലോ. ഇടിയപ്പം, പത്തിരി ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ നമ്മൾ ചുട്ട് വെക്കാറുള്ളത്. ബാക്കിയെല്ലാം ചുടുക, കഴിക്കാൻ കൊടുക്കുക. ദോശയൊക്കെ പിന്നെ അങ്ങനെ ചട്ടിയിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ഒരു ശീലം പണ്ട് മുതലേ ഞാൻ ഉള്ള ശീലമൊന്നുമല്ല. ഉമ്മ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ജിനി ടേബിൾ ഷീറ്റ് വിരിക്കുന്നില്ലേന്ന്. അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. നിങ്ങൾക്ക് ആ കാര്യം ഇപ്പോഴും ഓർമ്മ ഉണ്ട് അല്ലേ? ഞാൻ മറന്നുപോയി കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും വിരിക്കണം. ഓക്കെ, ഞാൻ ടേബിൾ ഷീറ്റ് മാത്രമല്ല, നമ്മൾ സെറ്റിയിലൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി മാറാലൊക്കെ തട്ടി പൊടി തട്ടി ഉള്ള ഒരു വ്ളോഗിൽ ഞാൻ അതെല്ലാം കാണിക്കാം. ഓക്കെ, അത് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ചായ വെച്ച ഉടനെ ഞാൻ ഇരിക്കൊന്നും ചെയ്തില്ല കേട്ടോ. വേഗം നെക്സ്റ്റ് നമ്മുടെ ലഞ്ചിന് നിന്നു. കാരണം കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞിരുന്നു, ഇല്ല എന്നല്ല, ഒരു 10-20 മിനിറ്റ്. അപ്പോഴാണ് ബോധം ഇല്ലേ ഇനി ലഞ്ചാക്കണ്ടേ എന്നുള്ളൊരു ബോധം അപ്പോൾ വന്നത്. അങ്ങനെ മട്ടൻ കൊണ്ടുവന്ന കവറൊക്കെ ഒന്ന് കഴുകി വേസ്റ്റ് ഇതിൽ കൊണ്ടുപോയിട്ടു. കൊത്തിറച്ചിൻ്റെത് ഞാൻ അങ്ങനെയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോറിംഗ് ഇല്ലാതെ വീഡിയോ ആണ് ജിനിയുടേത്. EMK ആണ് പ്ലേസ്. ഓക്കെ, ഇവിടെ കാണാത്ത പല ഡിഷും വീഡിയോയിൽ കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഡിഷുകളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. നോർമലായിട്ട് ഇങ്ങനെ പോകുന്നു. ഹൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണേ. അപ്പോൾ ഞാൻ മട്ടൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇനി എന്താണ്, ഞാൻ നേരത്തെ എൻ്റെ വീട് വന്നിട്ട് സ്വന്തം വീട് മണ്ണാർക്കാട് അലനല്ലൂരാണ്, പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പിന്നെ അതേപോലെ ഹസ്ബൻഡിന്റെ വീട് വന്നിട്ട് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ. കുറേ പേര് ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ മക്കളുടെ പേര് വന്നിട്ട് റിഹാൻ, അയാൻ എന്നാണ് കേട്ടോ എൻ്റെ മക്കളുടെ പേര്. അങ്ങനെ ഉള്ളി ഇതൊക്കെ ഉമ്മാനെ കൊണ്ട് നന്നാക്കി തരാൻ പറഞ്ഞൂടെ എന്നും എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഫുഡ് പ്രോസസ്സർ വാങ്ങി തന്നത് തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ ആവശ്യമില്ല കേട്ടോ, സ്ലൈസ് ചെയ്യാനും എല്ലാറ്റിനും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി തരാറുണ്ട്. അതുപോലെ വലിയ ഉള്ളി ആണെങ്കിലും ഒക്കെ നന്നാക്കി തരും. ഹെവി ആണെങ്കിലും 1-2 ഉള്ളിയൊക്കെ ഞാനിപ്പോൾ എന്തിനാ കൊണ്ടുപോയി കൊടുക്കണത്? അതിപ്പോൾ എനിക്ക് നന്നാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ. ഒരുപാടൊക്കെ നമ്മൾ ഉണ്ടാക്കണ സമയത്താണെങ്കിൽ ഓക്കെ, നമുക്ക് നന്നാക്കി തരാൻ പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ഉമ്മ തന്നെ വന്നിട്ട് നന്നാക്കുകയും ചെയ്യും. അങ്ങനെ തക്കാളി, ഉള്ളി കാര്യങ്ങളൊക്കെ അവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ ഗരം മസാല ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഗരം മസാലിന്റെ റെസിപ്പി ഇട്ടിട്ടില്ല അല്ലെ, ഒരു ദിവസം ഇടാട്ടോ. പിന്നെ വലൈക്കും അസ്സലാം. എൻ്റെ തറവാട്ടിലും രാവിലെ ഒരു കുടുക്ക ചായ ഉണ്ടാക്കും. ഇത് നേരത്തെ ഞാൻ ഇട്ടതിൻ്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലുകളൊക്കെ ഇതായിരുന്നു. നല്ല മട്ടൻ ഫ്രൈയും മട്ടൻ ബിരിയാണി. അപ്പം മട്ടൻ പിന്നെ ചിക്കൻ ചില്ലി കേട്ടോ. മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പി നോക്കിയാലോ. മട്ടൻ 2 കിലോ ഉണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തി കുക്കറിൽ ഒരു 2 വിസിൽ മതി കേട്ടോ. 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ, 1 വിസിൽ ലോ ഫ്ലെയിമിലും അടിച്ചെടുത്താൽ കറക്റ്റ് പാകവും. പിന്നെ 2 കിലോ അരി ആദ്യം ഇതൊന്ന് കഴുകി എടുക്കണം. അളക്കണം കേട്ടോ പാത്രത്തിൽ. അളന്ന പാത്രമാണ് ആ സ്റ്റീൽ പാത്രം, അത് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ അരി എടുക്കുമ്പോൾ അളന്നിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനത് അവിടെ കഴുകിയിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കി എടുക്കണം. 2 വലിയ സ്പൂണിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മട്ടന്റെ കൊഴുപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണിക്ക് ഇച്ചിരി ഫാറ്റ് ആഡ് ചെയ്യണത് നല്ല ഫ്ലേവർ ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മട്ടൻ വിസിലടിച്ച് വന്നിട്ടുണ്ട്. ഫാറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കൂട്ടോ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച 2 കിലോയ്ക്ക് ആകുമ്പോൾ 8
വലിയുള്ളിയാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ബിരിയാണിക്ക് മലപ്പുറം ബിരിയാണിയുടെ പോലെ തന്നെയാണ് എല്ലാ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1 കിലോയ്ക്ക് 4 ഉള്ളിയല്ലേ എടുക്കുക സാധാരണ, അതേപോലെ തന്നെ 8 വലിയ ഉള്ളി, വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ 5 എടുക്കണം. പിന്നെ മല്ലിയില, പുതിന കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്നും ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും, കരിഞ്ഞു. പിന്നെ നമ്മൾ പൊടികൾ ഇവിടെ ചേർത്തി എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി എൻ്റെ ഇഷ്ടത്തിന് ഇച്ചിരി ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1.5 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 5 ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം, നല്ല വലിയ തക്കാളിയായിരുന്നു, അതുകൊണ്ട് ഞാൻ 7 എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു നോർമൽ സൈസ് ആണെങ്കിൽ 8 തക്കാളി എടുക്കണം. അതേപോലെ 4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ടീസ്പൂൺ ആണെങ്കിൽ 8 സ്പൂൺ എടുക്കണം കേട്ടോ. ഒക്കെ 4 കണക്കുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വയ്ക്കാം. ഈ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ഈ ബിരിയാണി റെഡിയാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ബിരിയാണിയിലോട്ട് പോകില്ല, ഞാൻ ഗ്യാരണ്ടി. ഐസ്ക്രീം ആണ് വെച്ചു ഐക്കി അപ്പൊ ഈ ഒരു മസാല ആവുമ്പോഴത്തേക്ക് ഞാൻ അവിടെ അരി കഴുകി എടുക്കായിരുന്നു. അപ്പോഴാണ് മോന് വന്നിട്ട് ഐസ്ക്രീം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് വന്നത് കേട്ടോ. ഉമ്മ വേണോ ചോദിക്കാൻ പറഞ്ഞതാണ്. വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം എന്നല്ലേ ഞാൻ പറയത്തുള്ളൂ, അത് വേറെ കാര്യം. ഭയങ്കര ഐസ്ക്രീം ഭ്രാന്തിയായിട്ടുണ്ട് ഞാൻ. പിന്നെ ഉപ്പ് ഒക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അടച്ചു വെക്കുക. പിന്നെ ഇത്രയും തൈരും ഒരു നാരങ്ങയുടെ നീരും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1/2 കപ്പ് തൈരാണ് ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട്, 1/4 കപ്പ് വേണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് വേവിച്ച നമ്മുടെ മട്ടൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കിലോ മട്ടൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 1.25 കിലോ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നില്ല, ഞാൻ കുറേ ആയി ഫുഡ് കളർ ചേർത്തിട്ട്, അപ്പോൾ എനിക്ക് ചേർത്താനൊരു മോഹം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ചേർത്തി. പിന്നെ ഉപ്പും ചേർത്തി മല്ലിയില പുതിന കൊത്തിയരിഞ്ഞത് വീണ്ടും ചേർത്തി എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ പാത്രത്തിൽ ഞാൻ വെള്ളം അളന്നിട്ട് ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മട്ടന് കിട്ടിയ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ അളന്നിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ പാത്രത്തിൽ ആണ് ഞാൻ അരി അളന്നിരുന്നത്. ആ പാത്രത്തിൽ ഏകദേശം 1.25 വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി. മട്ടൻ്റെ വെള്ളം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 1.25 ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ഫുള്ള് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വേവ് അങ്ങോട്ട് ഏറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് തിളച്ച ശേഷം ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിന് തക്കാളിച്ചോറ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് വരും. തക്കാളിച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി സാധനങ്ങൾ മതി. നമുക്ക് നല്ല എക്സ്പെൻസ് വരുന്ന സംഭവമാണ് ഈ ഒരു ബിരിയാണി കേട്ടോ. അപ്പോൾ മട്ടൻ്റെ ഫാറ്റൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഇട്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് മട്ടൻ ലവേഴ്സ് ആണെങ്കിൽ കേട്ടോ, അല്ലാത്തവരോട് ഞാൻ പറയില്ല. അപ്പോൾ ഇതാ കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇനി ദമ്മ് വെക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വെയിറ്റ് സാധനം മുകളിലോട്ട് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അതങ്ങനെ വെക്കും. അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ദമ്മിടൽ. പിന്നെ ഞാൻ ഇതിലോട്ട് വേണ്ട സാലഡ് ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഒരു പകുതി തക്കാളി എടുത്ത് പിന്നെ ഉപ്പിട്ട് മല്ലിയില കൊത്തിയരിഞ്ഞതും ചേർത്തി സെറ്റാക്കി. ഇന്ന് വേറെ ഫ്രൂട്ട് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്. മട്ടൻ വേവിച്ച പകുതി ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ, അത് വെച്ചിട്ടൊരു ഫ്രൈയും ചേർത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് ഒലിവിയും വലിയ ജീരകവും വലിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതും ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കുന്നില്ല, കാരണം മട്ടൻ ഫ്രൈ ആവണ സമയം കൊണ്ട് ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ബിരിയാണിക്ക് വേവിച്ച മട്ടനല്ലേ ഇത്. ഇതിലോട്ട് ഗരം മസാല, മല്ലിപ്പൊടിയും
അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഒരു പകുതി തക്കാളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഒരു ബ്ലാക്ക് കളറാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു മട്ടന് നല്ല ടേസ്റ്റ് വരിക. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചത് ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മസാല കൂട്ടി വെച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, ഷാലോ ഫ്രൈയോ അല്ല എന്നാൽ ഡീപ്പ് ഫ്രൈയോ അല്ല, ആ ഒരു ലെവലിലേ ഉള്ളൂ കേട്ടോ ഓയിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാറ്. പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഓയിൽ അങ്ങ് ഒഴിക്കും, എന്നിട്ട് അതിൽ മുക്കി വറുത്തെടുക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതാ വേഗം ഞാൻ ഇതിനൊന്ന് ഇളക്കിയെടുത്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പുറത്ത് ചിക്കൻ ഒരു ഭാഗം ക്രിസ്പി ആയപ്പം ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ എന്നോട് കടലമാവ് എന്തിനാ ചേർക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി വരും കേട്ടോ കടലമാവ് ചേർത്തി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ്. പിന്നെ എന്നോട് നെയ്യ് വിൽക്കാനുണ്ടോ ചോദിക്കുന്നുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൽക്കാനില്ല. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നെയ്യ് ഉണ്ടാക്കുന്നില്ലല്ലോ വിൽക്കാൻ മാത്രമൊന്നും. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ നെയ്യ് എടുക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ മട്ടൻ ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. കുക്ക് ചെയ്തതിൻ്റെ പാത്രം ഇടയിൽ കഴുകണോണ്ട് ഒരുപാട് അങ്ങ് ഇല്ല കേട്ടോ. അപ്പൊ ഞാനിതാ വേഗം അത് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഹരിത ബിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് സൂപ്പർ വീഡിയോ ഇന്നത്തെ ലഞ്ച് സൂപ്പർ. ഇപ്പൊ എന്റെ കമന്റ് വായിക്കാറില്ല കേട്ടോ, സോറി കേട്ടോ. ഞാൻ ചിലപ്പോൾ വിട്ടുപോകുന്നതായിരിക്കും, ചിലപ്പോൾ വ്ളോഗ് തീർന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ പേരോടുകൂടി വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചായമൻസിനെ കുറിച്ച് കുറേ പേര് കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഈ ചീര എന്തിനാ യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പേര്, ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ചീരയുടെ പേര് ഷുഗർ ചീര എന്ന് പറയും. ഷുഗർ ഉള്ളവർക്ക് കഴിച്ചാൽ എനിക്ക് തോന്നുന്നു അത് ബാലൻസ് ആയിട്ട് പോവുമായിരിക്കാം, അതായിരിക്കും അതിന് ഷുഗർ ചീര എന്നുള്ള ഒരു പേര്. പിന്നെ നമ്മുടെ ഇലക്കറികൾക്ക് എപ്പോഴും ഉള്ളൊരു ഗുണം എന്താണ്, ഒരുപാട് വൈറ്റമിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹെയർ ലോസിന് നല്ലതായിരിക്കും, വയറ്റിലുള്ള അസുഖങ്ങളിൽ ഒക്കെ നല്ലതായിരിക്കും. അൾസർ, ക്യാൻസർ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ നല്ലതായിരിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അത് കഴിക്കുന്നത്. പക്ഷേ ഷുഗർ ചീര കഴിച്ച ക്യാൻസർ വരും പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടു. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ഷുഗർ ചീരയ്ക്ക് ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ആ ചീരയുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഞാൻ കറക്റ്റായി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു തട്ടാം എന്നും പറഞ്ഞിട്ട് സൂപ്പറായിട്ടുണ്ടോ? എങ്ങനെയുണ്ടോ? ഞാൻ ചിക്കനൊന്നും വേണ്ട, എടുത്തു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഒരു ചോക്കോപാറും കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ എണിച്ച് ചായ എല്ലാം കുടിച്ച് അങ്ങനെയൊക്കെ അങ്ങ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ചിക്കനിലോട്ട് വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല, മുളക് പൊടി എരിവുള്ളതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പും ചേർത്തി കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. 2 വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാണ്. അപ്പോൾ ഇതിലോട്ടുള്ള തേങ്ങയുടെ അരപ്പൊന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇവിടെ അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടില്ല എന്നാൽ കറക്റ്റ് വേവായിട്ട് കിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് 2 ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തി കൊടുത്തോ. ഇത് അപ്പുറത്തോട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവണ വരെ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോഴത്തേക്കും മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരൊറ്റ തേങ്ങ ഫുള്ളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ചിക്കനിൽ ചേർത്തത് കൊണ്ട് ഞാൻ
തേങ്ങയിലോട്ട് പൊടികൾ ചേർക്കുന്നില്ല, സ്പൈസസ് മാത്രം ചേർത്ത് കൊടുക്കുക വിചാരിച്ചു. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, കുരുമുളകുമാണ് ഞാൻ ചേർത്തിയെടുക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് വേണ്ട, ഇതാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചേർത്താൽ മതി. ഇത് കരിച്ചു മുരിച്ചൊന്നും വറുക്കരുത് കേട്ടോ, കുറച്ചൊന്ന് വറുത്ത് കിട്ടിയാൽ മതി. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ചൂടാറിയ ശേഷം വെള്ളം തൊടാണ്ട് അരച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുക. അതേപോലെ കറിക്ക് നല്ല തിക്കും വരും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഞാൻ വറുത്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചൂടാറിയ ശേഷം മാത്രം നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ചൂടോടുകൂടി അടിച്ചെടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അരച്ച നമ്മുടെ ഈ അരപ്പ് ഇതിലോട്ട് ചേർത്തി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ നല്ല തിക്കായപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്തി കൊടുത്ത് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ താളിപ്പിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് റെഡി. താളിപ്പ് ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് അടച്ചു വെക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയുടെ. ഇനി നമുക്ക് ഇതിലോട്ട് പത്തിരി, പൊറോട്ട, ഇടിയപ്പം, പുട്ട്, ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്തായാലും നമ്മുടെ റെസിപ്പികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ റെസിപ്പി ഇടുന്നുണ്ട്, ലോങ് വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇൻസ്റ്റയും FB ഒക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയതും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. മറന്നു പോണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.